ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ കളർ മിക്സിങ്ങിൻ്റെ വീഡിയോ കേട്ടോ. കുറച്ച് പേര് എന്നോട് റിക്വസ്റ്റ് ചെയ്ത വീഡിയോ ആണ്. അപ്പോൾ ഇപ്പോൾ ആദ്യം എടുത്തേക്കുന്ന ഒരു കളർ എന്ന് പറഞ്ഞാൽ നമ്മുടെ റെഡ് ആൻഡ് ബ്ലൂ യെല്ലോ. അപ്പോൾ ഈ മൂന്ന് കളർ എന്ന് പറയുന്നത് നമ്മുടെ പ്രൈമറി കളേഴ്സാണ്. ഈ മൂന്ന് കളർ നമുക്ക് വേറൊരു കളർ മിക്സ് ചെയ്താൽ കിട്ടില്ല. അപ്പോൾ ഈ മൂന്ന് കളർ യൂസ് ചെയ്ത് നമുക്ക് എത്ര വേണേൽ കളർ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ആദ്യം എടുത്തേക്കുന്ന രണ്ട് കളർ എന്ന് പറയുന്നത് ബ്ലൂ കളർ കേട്ടോ. എടുത്തേക്കുന്നത് റോയൽ ബ്ലൂ ആണ്. അതിലേക്ക് ഇലക്ട്രിക് യെല്ലോ ആട്ടോ ഒഴിച്ചേക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഏത് യെല്ലോ കളർ വേണേലും ആഡ് ചെയ്യാം. അപ്പോൾ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന കളറാണ് ഗ്രീൻ കളർ. അപ്പം ഗ്രീൻ കളർ ഇപ്പം ബിഗിനേഴ്സിനൊക്കെ ആണെങ്കിലും ചിലരിലൊന്നും കളറൊന്നും കറക്റ്റ് കാണത്തൊന്നുമില്ലല്ലോ. അപ്പം അവർക്കൊക്കെ വേണ്ടി കേട്ടോ മെയിനായിട്ട് ഇത് എടുത്തേക്കുന്നത്. അപ്പം ഈ ഒരു ഗ്രീൻ കളർ കേട്ടോ. അപ്പം ഇതിന് നമുക്ക് ഇച്ചിരി കൂടെ യെല്ലോ ഒക്കെ ആഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇച്ചിരി കൂടെ കളർ ഇച്ചിരി ഡിഫറെൻറ്റ് ഷെയ്ഡൊക്കെ കിട്ടുകയൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ കളറൊക്കെ ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഓവറായിട്ട് ഏത് കളറും ആഡ് ചെയ്താലും ഒരു ചെറിയ കയ്പ്പൊക്കെ വരും കേട്ടോ കളറിന്. അപ്പം നിങ്ങളെപ്പോഴും അതൊക്കെ നോക്കി വേണം കളറൊക്കെ ആഡ് ചെയ്യുക. അപ്പം ഞാൻ ഒരു ചെറിയൊരു അളവിലല്ലേ ഇപ്പോൾ ക്രീം എടുത്തേക്കുന്നത്. അപ്പോൾ കളറൊക്കെ ആഡ് ചെയ്യുമ്പോൾ നല്ല ബ്രൈറ്റ് കളർ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ കേക്കിനൊക്കെ ആവശ്യമായ കളറൊക്കെ എടുക്കുമ്പം ഇച്ചിരി കൂടെ ലൈറ്റ് കളറൊക്കെ ആയിരിക്കും. അപ്പോൾ അതനുസരിച്ച് കളറും ആഡ് ചെയ്യേണ്ടി വരും. ഇനിയിപ്പോൾ നമ്മൾ ആ ഗ്രീൻ കളറിലേക്ക് ഞാനിനി റെഡ് കളറാവട്ടെ ആഡ് ചെയ്യുന്നത്. ആ റെഡ് കളറും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ബ്രൗൺ കളർ. നമുക്കിനിയും കൂടെ ഇച്ചിരി വേറെ ഡാർക്ക് വേണമെങ്കിൽ ഒരു 1 ഡ്രോപ്പും കൂടെ റെഡ് കളർ ആഡ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഒരു തൽക്കാലം ഒരു 1 ഡ്രോപ്പേ ആഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമുക്കൊരു ബ്രൗൺ കളറൊക്കെ കിട്ടും കേട്ടോ. ഇനി ഞാനിവിടെ എടുത്തേക്കുന്ന കളർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സൂപ്പർ റെഡും യെല്ലോ കളറും കൂടെ കേട്ടോ. ഇതിൽ ഞാനിപ്പം ഒരു 1 ഡ്രോപ്പ് സൂപ്പർ റെഡും 2 ഡ്രോപ്പുകൾ യെല്ലോയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് മിക്സ് ചെയ്യുമ്പോൾ കിട്ടുന്ന കളർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു പപ്പായ ഓറഞ്ച് ഉണ്ടല്ലോ, ഒരു അതായത് നമ്മുടെ കപ്പളങ്ങ എന്നൊക്കെ പറഞ്ഞാൽ നല്ല പഴുത്ത കപ്പളങ്ങയുടെ ഒരു കളറുണ്ടല്ലോ, നല്ലൊരു ഓറഞ്ച് കളർ, ആ ഒരു കളർ കേട്ടോ ഇത് രണ്ടും മിക്സ് ചെയ്യുമ്പോൾ കിട്ടുന്ന. അപ്പോൾ നമ്മൾ എപ്പോഴാണെങ്കിലും കളറൊക്കെ എടുക്കുമ്പോൾ അതായത് കളറിന് കയ്പ്പ് ടേസ്റ്റ് ഇല്ല എന്ന് ഉറപ്പ് വരുത്തണം കേട്ടോ. നമുക്ക് തന്നെ അറിയാലോ നമ്മുടെ കയ്യിലുള്ള ക്രീമിനെ പറ്റിയൊക്കെ അതായത് കളറിനെ പറ്റിയൊക്കെ നല്ല അറിവുണ്ടാവുമല്ലോ. അപ്പം ഒന്ന് നോക്കണം കേട്ടോ. എപ്പോഴും നമ്മൾ കളർ ആഡ് ചെയ്യുന്ന സമയത്ത് ടേസ്റ്റ് ചെയ്തിട്ട് വീണ്ടും കളർ ആഡ് ചെയ്യാവുള്ളൂ കേട്ടോ. ഇനി അടുത്ത് നമ്മൾ കളർ മിക്സ് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ എടുത്തേക്കുന്ന കളർ പിങ്കും വയലറ്റ് കളറും കൂടി കേട്ടോ. അപ്പോൾ പിങ്ക് എന്ന് പറഞ്ഞാൽ കറക്റ്റ് ഞാൻ പിങ്കല്ല ഇപ്പോൾ എടുത്തേക്കുന്നത്. എൻ്റെ പിങ്ക് കളർ ബോട്ടിൽ വീഡിയോയുടെ മുന്നിൽ കാണിക്കാൻ പറ്റാത്തൊരവസ്ഥയായിട്ട് ആ ബോട്ടിലിൻ്റെ അവസ്ഥ. അതുകൊണ്ട് ഇപ്പോൾ എടുത്തേക്കുന്ന ഫ്യൂഷ്യ എന്നുള്ള കളർ കേട്ടോ. അത് ഏകദേശം പിങ്ക് കളർ തന്നെയാണ്. അതും വയലറ്റും കൂടി കേട്ടോ ആഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മൾ പർപ്പിൾ കളർ കിട്ടാൻ വേണ്ടിയാണ് ഇത് മിക്സ് ചെയ്യുന്നത്. അപ്പം ഇതെടുക്കുമ്പോൾ ഇതിനകത്ത് പിങ്ക് കളറാണ് മുന്നിട്ട് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ 2 ഡ്രോപ്പ് പിങ്കും ഒരു 1 ഡ്രോപ്പ് വയലറ്റും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് പർപ്പിൾ കളർ കിട്ടും. അപ്പോൾ പർപ്പിൾ കളർ കിട്ടാൻ നിങ്ങൾ ഏറ്റവും നല്ല ഇതുപോലെ മിക്സ് ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ 2 തവണ 2 ബ്രാൻഡിൻ്റെ പർപ്പിൾ കളർ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. 2 കളറും ഒരു 1 ഡ്രോപ്പ് ആഡ് ചെയ്യുമ്പോൾ ഇതിന് ഭയങ്കര കയ്പ്പ്. അപ്പോൾ യൂസ് ചെയ്യാനേ പറ്റുന്നില്ല. അപ്പോൾ ഇതുപോലെയൊക്കെ മിക്സ് ചെയ്തെടുക്കുവാണെങ്കിൽ അപ്പോൾ നമുക്ക് കുഴപ്പമില്ലാണ്ട് കളറും കിട്ടും. അപ്പോൾ ഇനി നമ്മൾ അടുത്ത കളർ മിക്സ് ചെയ്യാൻ എടുത്തേക്കുന്നത് ഞാനിപ്പോൾ ലീഫ് ഗ്രീൻ എടുത്തേക്കുന്നത്. ലീഫ് ഗ്രീനും യെല്ലോയും ആണ്. പിന്നെ അത് ലീഫ് ഗ്രീൻ ഒരു 1 ഡ്രോപ്പും യെല്ലോ കളർ ഒരു 2 ഡ്രോപ്പും ആഡ് ചെയ്യണം കേട്ടോ. അപ്പം ഇത് നന്നായി മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന കളർ എന്ന് പറഞ്ഞാൽ നമ്മുടെ നിയോൺ ബ്രൈറ്റ് ഗ്രീൻ ഉണ്ടല്ലോ. അപ്പം നമുക്ക് ക്യാമറയിൽ അത്ര കറക്റ്റായിട്ട് കിട്ടത്തില്ല. ചിലർ കയ്യിലൊക്കെ ഉള്ളവർക്ക് അറിയാൻ പറ്റും ആ കളർ ഏതാണെന്ന്. അപ്പം ആ ഒരു കളർ കിട്ടും കേട്ടോ, നിയോൺ ബ്രൈറ്റ് ഗ്രീൻ. ഞാൻ ചില സമയത്തൊക്കെ ചെയ്യുമ്പോൾ ചിലർ ചോദിച്ചിട്ടുണ്ട് ഏത് ഗ്രീനാണെന്നൊക്കെ. എൻ്റെ അപ്പോൾ ഈ നിയോൺ ബ്രൈറ്റ് ഗ്രീൻ്റെ എക്സ്ട്രാ ഉണ്ട് കളർ. അപ്പം ഞാൻ ചിലപ്പം ഈ നിയോൺ ബ്രൈറ്റ് ഗ്രീനും ഈ ലീഫ് ഗ്രീൻ കളറും കൂടെ മിക്സ് ചെയ്തെടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഒരു നല്ല കളറൊക്കെ കിട്ടാറുണ്ട്. ഞാൻ കൂടുതൽ ഇങ്ങനെ കുറച്ച് പരീക്ഷണമൊക്കെ നടത്തി ചെയ്യാറ് കേട്ടോ. അപ്പം അങ്ങനെ പല കളറും കിട്ടും. നിങ്ങളുടെ കയ്യിലൊക്കെ ഉള്ള കളർ നിങ്ങൾ ഇതുപോലൊക്കെ പരീക്ഷണം നടത്തിയാൽ മതി. അടുത്ത കളർ നമ്മൾ മിക്സ് ചെയ്യുന്നത് വയലറ്റും ബ്ലൂവും കൂടെ മിക്സ് ചെയ്യാൻ പോകും കേട്ടോ. ഇത് രണ്ടും മിക്സ് ചെയ്യുമ്പോൾ കിട്ടുന്ന കളറാണ് നേവി ബ്ലൂ കളർ. അപ്പോൾ ഇവിടെ വയലറ്റ് കളർ 2 ഡ്രോപ്പ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1 ഡ്രോപ്പ് റോയൽ ബ്ലൂവും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് നേവി ബ്ലൂ കളർ കിട്ടും. ഇപ്പം നമ്മുടെ ക്രീമിൻ്റെ അളവ് കുറവായതുകൊണ്ട് കേട്ടോ ഇത്ര ബ്രൈറ്റ് കളർ കിട്ടിയേക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ആവശ്യത്തിനൊക്കെ എടുക്കുമ്പോൾ ഇതിലും ക്രീം കൂടുതലല്ലേ എടുക്കുന്നത്. അപ്പോഴത്തേക്ക് ഇച്ചിരി ലൈറ്റ് കളർ കിട്ടും.
ഇനി ഞാനിവിടെ അടുത്തെടുത്തേക്കുന്നത് ഡാർക്ക് ഗ്രീൻ കളറും അതുപോലെ ബ്ലൂ കളർ കേട്ടോ, റോയൽ ബ്ലൂ എടുത്തേക്കുന്നത്. അത് രണ്ടും ഓരോ ഡ്രോപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. വേണമെങ്കിൽ ഒരു ഡ്രോപ്പ് ഗ്രീനും കൂടെ എക്സ്ട്രാ ഒന്ന് ആഡ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഓരോ 1 ഡ്രോപ്പേ ആഡ് ചെയ്തിട്ടുള്ളൂ. ഇത് രണ്ടും മിക്സ് ചെയ്യുമ്പോൾ കിട്ടുന്ന കളറാണ് മറ്റേ ജെയ്ഡ് എന്ന് പറയുന്നത്. ഞാൻ ഈയിടെ ഒരു വർക്ക് ചെയ്തിരുന്നു ജെയ്ഡ് കളറിൽ ഒരു യെല്ലോ ഫ്ലവറൊക്കെ വെച്ചപ്പോൾ ആ ഒരു കളറോട്ട് കിട്ടുന്ന വേണമെങ്കിൽ ഒരു 1 ഡ്രോപ്പ് ഗ്രീനും കൂടെ എക്സ്ട്രാ ആഡ് ചെയ്യാം. അപ്പം ഇത് ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ ജെയ്ഡ് എന്നുള്ള കളർ കിട്ടുമേ. ഇനി അടുത്ത കളർ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ കേട്ടോ. അപ്പോൾ ഇനി എടുത്തേക്കുന്നത് പിങ്ക് കളറും അതിൻ്റെ കൂടെ യെല്ലോ കളറും കൂടെ കേട്ടോ. ഇപ്പോൾ ഞാനൊരു 1 ഡ്രോപ്പ് പിങ്കും ഒരു 2 ഡ്രോപ്പ് യെല്ലോവും കൂടെ ആഡ് ചെയ്യണം കേട്ടോ. ഞാനിപ്പോൾ ആദ്യം ഒരു 1 ഡ്രോപ്പ് യെല്ലോ ആണ് ആഡ് ചെയ്തേക്കുന്നത്. അത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്യണം. ഇപ്പോൾ നമുക്ക് രണ്ടും കൂടെ മിക്സ് ചെയ്യുമ്പോൾ കിട്ടുന്നത് ഓറഞ്ച് കളറാണ് കേട്ടോ. നമ്മുടെ നോർമലായിട്ടുള്ള ഓറഞ്ച് കളർ ഉണ്ടല്ലോ, ഓറഞ്ച് കളർ കിട്ടും. അപ്പം നോക്കിയപ്പോൾ ഇച്ചിരൂടെ യെല്ലോ കളർ ആഡ് ചെയ്യണമായിരുന്നു. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് കളർ കൂട്ടുമ്പോൾ നമുക്ക് നല്ലൊരു ബ്രൈറ്റ് ഓറഞ്ച് കളർ കിട്ടുന്നതായിരിക്കും. അപ്പം നമ്മുടെ ഓറഞ്ച് കളർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഞാൻ ഇന്ന് ഇത്രയും കളറേ കാണിക്കുന്നുള്ളൂ. ബാക്കി കളറൊക്കെ നമുക്ക് ആ വഴിയെ ഏതെങ്കിലും വീഡിയോയുടെ ഇടയ്ക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ബിഗിനേഴ്സിനൊക്കെ ആയിട്ട് മെയിനായിട്ട് കാണിച്ചേക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലോ കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ. അപ്പം നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാവേ.